ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിലിമിസ് ചാനൽ. ഞാനിപ്പോൾ അത്യാവശ്യം വന്നിട്ട് കുറച്ച് വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം ടൈമായി, 3 മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, വീഗാർഡിൻ്റെ മൾട്ടിപർപ്പസ് കുക്കറാണ്. മൾട്ടിപർപ്പസ് കുക്കർ എന്ന് പറയാൻ പറ്റില്ല, കീറ്റിൽ എന്ന് പറയാം. അതായത് വീഗാർഡിൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിയത്. അപ്പോൾ ഇത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കാം, പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രൊഡക്റ്റ് വളരെ ഹാൻഡിയാണ്. നമ്മൾ പുറമെ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനോ ഒറ്റയ്ക്ക് പോയി സ്റ്റേ ചെയ്യാനോ റോഡ് പോകുകയാണെങ്കിലും ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ യൂസസ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിലേക്ക് പോകാം അല്ലേ ഗൈസ്. ഇത് എന്താ സാധനം നിങ്ങളുടെ മുന്നിൽ തുറന്നു നോക്കാണ്ട് എനിക്കൊരു സമാധാനമില്ല. ദേശ കത്തി എടുക്കും, നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കാം. ഗൈസ്, അപ്പോൾ ബോക്സ് തുറന്ന വഴിക്ക് ആദ്യം കിട്ടുന്ന സാധനമാണ് നമുക്ക് ഗ്ലാസിൻ്റെ ലിഡ് ഇട്ടാ. ഈ ലിഡ് അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല പ്രീമിയം പോലെയൊക്കെ തോന്നുന്നു, നല്ല സ്ട്രോങ് ആണ് ഗ്ലാസിൻ്റെ. അടുത്ത് കിട്ടണ കുറച്ച് അക്സസറീസാണ്. ആദ്യത്തെ അക്സസറി എന്ന് വെച്ചാൽ പച്ചക്കറി പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള, പച്ചക്കറി ബാക്കി എന്ത് സാധനങ്ങൾ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റീം ചെയ്തിട്ട്. പിന്നെ നെക്സ്റ്റ് കിട്ടുന്ന സാധനം മുട്ട പുഴുങ്ങാനാണ്. ഇതിൽ 6 മുട്ട പുഴുങ്ങാൻ മറ്റേ വൺസ്. പിന്നെ വരുന്നത് സ്റ്റാൻഡാണ്, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ ഇത് വരുന്ന മുട്ട പുഴുങ്ങുന്നതിൻ്റെ കണക്ടറാണ് കേട്ടോ. ഇത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനുള്ളിൽ വയ്ക്കാൻ, കുക്കറിൻ്റെ ഉള്ളിൽ. മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പിടിച്ച് പൊന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്, ഹാൻഡിൽ പോലെ. കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. കൊള്ളാം, മൊത്തത്തിൽ കാണാനും നല്ല ഭംഗിയുള്ള സാധനം കേട്ടോ. ഇതാണ് ടെമ്പറേച്ചർ കൺട്രോൾ, ഓഫ് 70 ഡിഗ്രി. അത് അപ്പുറത്ത് കട്ട് ഓഫ് ലൈറ്റാണ് കേട്ടോ അപ്പുറത്തുള്ളത്. ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീല്, കുഴപ്പമില്ല. മൊത്തത്തിൽ മിനിമം മാക്സിമം ഇതിൻ്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. പിടിച്ച് കഴിഞ്ഞാൽ ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. മൊത്തത്തിൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. 1.2 ലിറ്ററാണ് ഇതിന് മാക്സിമം കപ്പാസിറ്റി. അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവറാണ്, പവർ കോഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം 600 വാട്ട്സ് ആണ്. പിന്നെ വരുന്ന യൂസർ മാനുവൽ അല്ല ഇൻസ്ട്രക്ടറാണ്. യൂസർ മാനുവലാണ്. 1 ഇയർ വാറണ്ടി. ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. ഞാനിതിനധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണില്ല കേട്ടോ, ജസ്റ്റ് എന്താണെന്ന് നോക്കിയതാണ്. A few hours later. അബുക്ക, 3 പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് മുട്ട പുഴുങ്ങാൻ പോവാണ്. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് നമുക്ക് ഇവര് ഒരു ഡിഷ് തന്നിട്ടുണ്ട്, ഇതിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെല്ലാം മുട്ട ഫില്ല് ചെയ്യാം. ആദ്യം 6 മുട്ട വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൽ. കണ്ടോ ഗൈസ്, അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുട്ട കുറച്ച് അധികം പുഴുങ്ങണം. ഇതിൽ നമുക്ക് 6 പുഴുങ്ങാൻ പറ്റുള്ളൂ. ഇത് വെച്ച് യൂസ് ചെയ്ത് പുഴുങ്ങുകയാണെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ഇവിടെ വരെ കൊണ്ടുവന്നാൽ മതി. ഇത് വെച്ചിട്ട് വെള്ളം ഇതിൻ്റെ മുകളിൽ എത്തിച്ചാൽ മതി. അപ്പോൾ അത് ബാക്കിയൊക്കെ സ്റ്റീമിൽ അത് ബോയിൽ ആയിക്കോളും. ഗൈസ്, ഇപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി കറക്റ്റായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാഗിയാണ് കേട്ടോ.
5 മിനിറ്റിനകം എല്ലാം റെഡിയാവും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര്, ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലന്റെയും എല്ലാം കൂടി അടിപൊളി. പിന്നെ സിറപ്പൊക്കെ ഒഴിച്ചപ്പോ ഗൈസ് ഇത് ഞാൻ നെല്ലിക്ക പുഴുങ്ങിയതാണ് കേട്ടോ. എനിക്ക് പച്ച കഴിക്കാൻ ഭയങ്കര മടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് പുഴുങ്ങിയെടുത്തു. അപ്പോൾ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ പുഴുങ്ങിയെടുക്കാം ഈ സാധനം വെച്ചിട്ട്. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു അക്സസറീസ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഗൈസ് പിന്നെ ഞാൻ ഇതിൽ പാല് തിളപ്പിച്ചപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം ഇതിൽ ഫേസ് ചെയ്തിട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി പിടിക്കുക. കണ്ടോ, ഇതിൻ്റെ അടി പിടിക്കുന്നുണ്ട്. ഞാനിട്ട് വെള്ളത്തിൽ ഇട്ടേക്കാണ് ഇത് കുതിരാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് മാനേജബിൾ ആണ്. കുറച്ച് നേരം കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.